ആംബുലൻസിൽ തന്നെ ജീവൻ പോകുന്നവരും ജീവൻ തിരികെ കിട്ടുന്നവരും ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഒരു ജീവന് രക്ഷയായി മാറുന്ന ആംബുലൻസ് ഡ്രൈവറെക്കുറിച്ചുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു പുതുജീവൻ. അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കുഞ്ഞിനെ രക്ഷിക്കാൻ അഹോരാത്രം പ്രവർത്തിക്കുന്ന ആശുപത്രി അധികൃതർ, ഡോക്ടർമാർ, നഴ്സുമാർ, അങ്ങനെ പലരുമുണ്ട്. അവർക്കൊക്കെ മാതൃകയാകുന്നതും അവരെപ്പോലെ തന്നെ ഇന്നീ ലോകത്ത് ആ അമ്മയും കുഞ്ഞും ഏറ്റവും കടപ്പാടുള്ളതും ഈ ഒരു ആംബുലൻസ് ഡ്രൈവറിനോട് തന്നെയാണ് എന്ന് പറയാം. പൊക്കിൾക്കൊടി കാരണം പല കുഞ്ഞുങ്ങളും ശ്വാസം മുട്ടുകയും അവരുടെ ഡെലിവറി തടസ്സത്തിലേക്ക് പോവുകയും ചെയ്യുന്നത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. വീട്ടിൽ വെച്ച് പ്രസവിച്ച യുവതിയുടെ കുഞ്ഞിൻ്റെ കഴുത്തിൽ കുടുങ്ങിക്കിടന്ന പൊക്കിൾക്കൊടി കൃത്യമായ രീതിയിൽ അഴിച്ചുമാറ്റി അമ്മയെയും കുഞ്ഞിനെയും രക്ഷപ്പെടുത്തി ആംബുലൻസ് ഡ്രൈവർ ഇപ്പോൾ മാതൃകയാകുന്നു. കൊല്ലത്ത് നിന്നാണ് ഈ വാർത്ത. വാളത്തുങ്കൽ അമ്പുവടക്കത്തിൽ രാഹുൽ ഭവനിൽ രാഹുലാണ് രക്ഷകനായത്. 28 വയസ്സ് മാത്രമാണ് രാഹുലിൻ്റെ പ്രായം. കഴിഞ്ഞ ജനുവരി 22 വൈകിട്ട് 3 ഈ സംഭവം. ഇരവിപുരം കുന്നത്തുകാവ് സ്വദേശി അഞ്ജുവാണ് വീട്ടിൽ പ്രസവിച്ചത്. പ്രസവവേദനയെ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായി ഇവരുടെ ഭർത്താവ് ഉടൻ രാഹുലിനെ വിളിക്കുകയായിരുന്നു. 2.5 കിലോമീറ്റർ അകലെ വാളത്തുങ്കൽ ക്ഷേത്രത്തിന് സമീപം പാർക്ക് ചെയ്തിരുന്ന ആംബുലൻസുമായി രാഹുൽ എത്തിയപ്പോഴേക്കും പ്രസവം കഴിഞ്ഞു. തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായി നോക്കിയപ്പോഴാണ് കുഞ്ഞിൻ്റെ കഴുത്തിൽ പൊക്കിൾക്കൊടി 3 ചുറ്റായി കിടക്കുന്നത് കണ്ടത്. ഈ രീതിയിൽ തന്നെ അമ്മയെയും കുഞ്ഞിനെയും വാഹനത്തിലേക്ക് മാറ്റുന്നത് അപകടകരമാണെന്ന് രാഹുലിന് മനസ്സിലായി. രാഹുൽ കുഞ്ഞിൻ്റെ കഴുത്തിൽ ചുറ്റിക്കിടന്ന പൊക്കിൾക്കൊടി സാവധാനം അഴിച്ച ശേഷം കൊല്ലം ഗവൺമെൻറ് വിക്ടോറിയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് ഡോക്ടർമാർ പൊക്കിൾക്കൊടിയുടെ വേർപെടുത്തിയതോടെ അമ്മയും കുഞ്ഞും സുരക്ഷിതരായി. കുഞ്ഞിന് ആരാധ്യൻ എന്നാണ് പേരിട്ടിരിക്കുന്നത്. അമ്മയും കുഞ്ഞിനെയും രക്ഷപ്പെടുത്താനായതിൻ്റെ ആശ്വാസത്തിലും സന്തോഷത്തിലുമാണ് രാഹുൽ. മുൻപ് സമാനമായ സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യം രാഹുലിന് മുൻപ് വരുന്നുണ്ട്. കാരണം ഡോക്ടർമാർ പോലും വളരെയധികം ശ്രദ്ധിച്ചും ഭയന്നും ചെയ്യുന്ന ഒരു സംഭവമാണിത്. അത് രാഹുലിന് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആംബുലൻസിൽ വെച്ച് തന്നെ രാഹുലിന് ഉണ്ടായിട്ടുണ്ട് എന്ന് രാഹുൽ പറയുന്നു. മോട്ടോർ വാഹന വകുപ്പും വിവിധ ആശുപത്രികളും ആംബുലൻസ് ഡ്രൈവർമാർക്ക് 6 മാസം കൂടുമ്പോൾ നൽകുന്ന പ്രാഥമിക ചികിത്സാ ക്ലാസുകളും അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ പാലിക്കേണ്ട മുൻകരുതലുകളുമാണ് രാഹുലിന് സഹായകരമായത്. ജില്ലാ ശിശുക്ഷേമ സമിതി രാഹുലിനെ അനുമോദിച്ചു. ജില്ലാ കളക്ടർ എൻ ദേവിദാസ് പൊന്നാട അണിയിച്ചു. ഉപഹാരം നൽകിയും രാഹുലിനെ ആദരിച്ചു. ജില്ലാ ശിശുക്ഷേമ സമിതി സെക്രട്ടറി ഡി ഷൈൻദേവ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ആർ മനോജ് എന്നിവർ പ്രസംഗിച്ചു. ട്രാക്കിന്റെ ട്രോമ കെയർ അംഗവുമാണ് രാഹുൽ. എല്ലാവരും അഭിനന്ദിക്കുകയാണ് ഈ ചെറുപ്പക്കാരനെ. തൻ്റെ 28-ാം വയസ്സിൽ അസലായി തന്നെയാണ് അദ്ദേഹം ആ ഒരു കൈകാര്യം ചെയ്തത്. എല്ലാവരും പാനിക്കായി പോകുന്ന, എന്തു ചെയ്യണമെന്ന് പോലും അറിയാതെ നിശ്ചലമായി പോകുന്നൊരവസ്ഥയിൽ രാഹുൽ തൻ്റെ അറിയുന്ന അറിവുകൊണ്ടും രക്ഷിച്ചത് ഒരമ്മയും കുഞ്ഞിനെയും തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ പെയിൻ വന്നിട്ടത് പ്രസവവേദനയാണ് തിരിച്ചറിയാൻ പോലും വൈകിയിരുന്നു. ആംബുലൻസ് വിളിച്ചെത്തിയപ്പോഴേക്കുമായിരുന്നു കുഞ്ഞ് പുറത്തേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെയാണ് വീട്ടുകാർ നിന്നത്. അതിന് പിന്നാലെ തന്നെയാണ് ഈ ആംബുലൻസ് ഡ്രൈവറുടെ മനോധൈര്യം. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.